റസൂലുള്ളാഹി എങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞു? പ്രകാശം. അത് എങ്ങനെ അറിയും? ആ പ്രകാശത്തെയും അള്ളാഹുവിനെയും അള്ളാഹുവിലേക്കുള്ള പാതയും യഥാർത്ഥങ്ങളും റസൂലുള്ളാഹിക്ക് എങ്ങനെ അറിയാം? അള്ളാഹു അവരിലേക്ക് തന്റെ സന്ദേശങ്ങൾ അയച്ചു. ഏതല്ല റസൂൽ ഏതല്ല അവനക്ക് സന്ദേശം നൽകി? നൂറുള്ള ആകാശത്തിലിരുന്ന സന്ദേശം ഇവിടെ മനസ്സിലാവില്ല. ആകാശത്തിരുന്നു കൊണ്ടാണ് അള്ളാഹു അർശിലിരുന്നു കൊണ്ടെല്ലാം നടത്തിപ്പോരുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും സകലമാനത്തെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം നൽകി പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്നതും സംഹരിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും ആകാശത്തിരുന്നു കൊണ്ട് അർശിലിരുന്നു കൊണ്ടാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ബാഹ്യമായ ഇറങ്ങി വന്ന സൂറത്ത് വൻ നജിമ് സൂറത്തിലെ അള്ളാഹു പറയുന്നു, ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്നുള്ളതാണ് നിങ്ങളുടെ ആൾ. സത്യം, പ്രകാശ നക്ഷത്രം തന്നെയാണ് സത്യം. അതാണ് നൂറുള്ള അനമീനുല്ലാഹി എന്ന് പറഞ്ഞു. പ്രകാശ നക്ഷത്രം വേറെ രാത്രി ഉദിക്കുന്ന നക്ഷത്രത്തെക്കുറിച്ച് ഒലി പറയാം. സമുദായം പറയല്ലേ ഗാലക്സി എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രമല്ല, ഇതാണ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ. ആ പ്രകാശ നക്ഷത്രം താണി ഇറങ്ങി വന്നത് തന്നെയാണ് ആൾ. എന്നിട്ട് വഴി വെച്ചതോ അബദ്ധം പറഞ്ഞു. എന്നിട്ട് പറയും തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുവല്ല. എന്നിട്ട് ഇതാവട്ടെ അദ്ദേഹത്തിന് അവതീർണമായ ദിവ്യബോധനം മാത്രമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ ബോധനം മാത്രമാണ് ഈ പറഞ്ഞ പ്രകാശ നക്ഷത്രം ഇറങ്ങി വന്നുള്ളതാണ് ഞാൻ കണ്ടത്. എന്നിട്ട് ശക്തമായ കഴിവുള്ളവനാണ് അവനെ പഠിപ്പിക്കുന്നത്. ഖുർആനാണ്. എന്നിട്ട് ഈ വിജ്ഞാനമുടയവൻ അങ്ങനെ അദ്ദേഹം ശരിക്ക് നിലകൊണ്ട് സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഏതാണ് സാക്ഷാൽ രൂപം? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ ആ നൂറുള്ളാണ്. അനമി നൂരില്ലാഹി കേട്ടില്ലേ? ആദ്യ ഒളിവാണ് ആ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് അദ്ദേഹമാകട്ടെ ഉന്നതമായ നഭോമണ്ഡലത്തിലായിരുന്നു. ഉന്നതമായ നഭോമണ്ഡലം ആ പ്രപഞ്ചത്തിൻ്റെ ആകെ ഒളിവ് പ്രകാശം. പിന്നീട് അടുത്തു വന്നു, അങ്ങനെ കൂടുതൽ അടുത്തു വന്നു, അങ്ങനെ 2 വില്ലിന്റെ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തോ ആയി. 2 വില്ല് എന്ന് പറയണ്ട, അമ്പും വില്ലും ചേർന്നിരിക്കുന്നത് അല്ലേ? എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ ദാസന് എത്തിക്കേണ്ട സന്ദേശം എത്തിച്ചു കൊടുത്തു. അദ്ദേഹം കണ്ടതിനെ ഹൃദയം കളവാക്കിയില്ല. എന്നിരിക്കെ അദ്ദേഹം കണ്ടുകൊണ്ട് കണ്ടതിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയോ? മോനെ ഖുർആനാണ്. നിങ്ങളെ പണ്ഡിതന്മാർക്കോ ഷേഖന്മാർക്കോ അറിയില്ല. എന്താ ഈ പറയുന്നത്? അറിയാത്തത് അല്ല. സൂറത്ത് 100 സൂറത്ത് 100 അതെ ഖുർആൻ തന്നെ പറയും. 24 സൂറത്ത് 100 24 ഖുർആൻ തന്നെ പറയാന്ന്. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. ഖുർആനെ കൊണ്ടല്ലേ വിശ്വസിക്കുക. പ്രകാശമാണ്. അവന്റെ പ്രകാശത്തിന്റെ ഉപമയിത ഒരു വിളക്കുമാണ്. നിക്ക് നോക്കില്ല, കാണണ്ട. എനിക്ക് അല്ല പറയലല്ല, പക്ഷേ ഇവിടെ കാണുകയും അറിയുകയാണ്. പറഞ്ഞുകൊണ്ട് അറിയില്ല. ഞാൻ പറയാം, കാണിക്കാം. സൂറത്ത് 35 വിളക്കുമാടല്ലേ? ആകാശം ഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു അല്ലേ? ഏതാ ആകാശങ്ങളുടെയും ഭൂമി? ആകാശം ശൂന്യമാണ്. ഭൂമി വിത്തിട്ട് മുളക്കുന്ന ഗർഭത്തെ പോലെയാണ് അല്ലേ? അപ്പോൾ ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശം ഏതാ? നിങ്ങളോട് ഊറ്റിത്തന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കാണിച്ച് ചിന്തിപ്പിച്ച് ബോധ്യമാക്കി തരണം. അത് അള്ളാഹു കാണിച്ചും അറിയിച്ചും ബോധ്യമാക്കി അതായി തീർന്നവർക്കേ പറ്റും. അല്ല നിങ്ങൾ ഷേഖിൻ്റെ അടുത്തോ വലിൻ്റെ അടുത്തോ ഗുരുവിൻ്റെ അടുത്തോ സ്വാമിൻ്റെ അടുത്തോ പോയാൽ പറ്റില്ല. അവർ ഗ്രന്ഥം ഓതിത്തരും. ഉപനിഷത്തോ ഗീതയോ ഖുർആനോ ബൈബിളോ ഓതിത്തരും.
അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാലം വരെ ഊറ്റിത്തന്ന പണ്ഡിതന്മാരും ശേഖന്മാരും ഊറ്റിത്തന്ന സുഹൃത്താ പറഞ്ഞടുത്ത് സുഹൃത്ത് നൂറ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു. അള്ളാഹു നൂറ് സമാവാത്തി വല്ല അല്ലേ? ഏത് ആകാശഭൂമികളുടെ പ്രകാശം മോനെ കണ്ടിട്ടുണ്ടോ? അവർ കാണിച്ചു തന്നിട്ടുണ്ടോ? അപ്പം അവർ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണിച്ചു തരാനും കഴിയില്ല. കണ്ടവനക്കല്ലേ കാണിച്ചു കൊടുക്കാവുള്ളൂ. അള്ളാഹു കാണിച്ചു കൊടുക്കണം. ആ സൂറത്ത് ലാസ്റ്റിലത്തൊന്ന് പറയും, അല്ല ആ സൂറത്ത് 35 തന്നെ ഇത് അള്ളാഹു പറയണ്ട. അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ മാർഗദർശനം ചെയ്യുന്നു. എന്താ പറഞ്ഞത് മോനെ? എന്താ പറഞ്ഞത്? അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ മാർഗദർശനം ചെയ്യുന്നു. എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരിലേക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ എന്നുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ മാർഗദർശനം എന്ന് പറയുന്ന കാഴ്ചയാണ്. അല്ല നിങ്ങൾ പഠിപ്പിക്കല്ല, പറഞ്ഞു തന്നിട്ട് പഠിപ്പിക്കല്ല, നിങ്ങൾക്ക് കാഴ്ച നൽകുക. അതിങ്ങനെയാണ് ദൃശ്യമായി വന്ന അള്ളാഹുവിനെ കണ്ടാലേ പറ്റും. മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ടാലേ പറ്റും. നിങ്ങൾ കൃഷ്ണൻ ദൈവം ഭഗവാനായ കൃഷ്ണനെ കണ്ടേ പറ്റൂ, രാമനെ കണ്ടേ പറ്റൂ, ബുദ്ധനെ കണ്ടേ പറ്റൂ. അവരെല്ലാം ദൈവമാണ്. യേശു ദൈവമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവാണ്, ദൈവമാണ്, ഈശ്വരനാണ്. അവർക്ക് എല്ലാം അള്ളാഹു ഈശ്വരൻ എല്ലാ ദർശനങ്ങളും നൽകി കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ബോധോദയം പ്രാപിച്ച് ദൈവസാക്ഷാത്കാരം പ്രാപിച്ചവർ, സാക്ഷാൽ ദൈവമായി തീർന്നവരാണ്. അതാണ് ഇബ്രാഹിം. നിങ്ങൾ ഇവന്മാരെ കാണണം, ഇതുപോലുള്ളവരെ കാണും. അതുപോലെ ബീരാനുപ്പാപ്പയും എന്നെയും മുഹീദ്ദീനും അഹമ്മദ് കബീർ അജ്മീർ കാജയും ബീരാനുപ്പാപ്പയും കാരക്കുത്ത് ബീരാനുപ്പാപ്പയും അതുപോലെ ആ അള്ളാഹു അവരിലൂടെ എന്നെയും ആ അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകി. ഞാൻ ആ പ്രകാശത്തിൽ ചെന്ന് ആ പ്രകാശത്തെ കണ്ട് ആ പ്രകാശമാക്കി തീർക്കാൻ വേണ്ടി ആ പ്രകാശം കൊണ്ട് ഞാൻ നടന്ന് അങ്ങനെ ഞാൻ പ്രകാശമായി തീർന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത് അനമീൻ നൂരില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ നൂറാണ്, പ്രകാശമാണെന്ന് പറയില്ലേ? ഞാനും പറയും ഞാൻ അള്ളാഹുവിൻ്റെ നൂറാണ്, പ്രകാശമാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. പറയാൻ മാത്രമല്ല, അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. നിറയെ ആ പ്രകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്. ഇതാണ് പള്ളിയും മിനാർ, ആ പ്രകാശത്തെ ചൂണ്ടിക്കൊണ്ട് ഈ ഹുബ്ബ തലയുമായി മസ്ജിദുൻ നബവി. അർജുന, ക്ഷേത്രമാണ്, ശരീരമാണ് ക്ഷേത്രം. അള്ളാഹു ഇതിലൊക്കെ ഇറങ്ങി വന്നത്. നിങ്ങളാണ് പള്ളി, ക്ഷേത്രം, നാമാണ് ക്ഷേത്രം. ഞാൻ നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങൾ ഈ തലത്തിലേക്ക് ഉയർത്തി, നിങ്ങൾ മനുഷ്യതലത്തിൽ നിന്ന് ദൈവതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാണ് എൻ്റെ പണി. ഇതാണ് രാമനും കൃഷ്ണനും ബുദ്ധനും യേശുവും മുഹമ്മദും മുഹീദ്ദീനും അഹമ്മദ് കബീർ അജ്മീർ കാജിയും ശ്രീനാരായണ ഗുരുവും രാമകൃഷ്ണ പരമഹംസം വിവേകാനന്ദനും ഒക്കെ ചെയ്തത്.